ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോ പ്രേക്ഷകർ ഒരു രക്ഷയുമില്ല. സസ്പെൻസ് ത്രില്ലർ എന്ന് വെച്ചാൽ ഇതാണ് സീരിയൽ കേട്ടോ. ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരേ ഒരു പരമ്പര. ഞാൻ ഇപ്പോൾ ഇതാട്ടോ ഗീതാ ഗോവിന്ദമാണ്. ഇതിലാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങളും എന്താ പറയുക, യഥാർത്ഥത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളും കുറെ സസ്പെൻസും കുറെ കഥകളും ബാക്കി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സീരിയലായി മാറിയിരിക്കട്ടെ നമ്മുടെ ഗീതാ ഗോവിന്ദം. അപ്പൊ ഇന്നത്തെ ആ ഒരു പുത്തൻ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാർക്കലിയും രഞ്ജുവും തമ്മിലുള്ള ഒരു തർക്കം കേട്ടോ. അപ്പൊ നമ്മുടെ രഞ്ജു നമ്മുടെ അനാർക്കലിയോട് പറയുന്നുണ്ട്, ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഗോവിന്ദന്റെ ശത്രു ഇനി മുതൽ എന്റെയും ശത്രുവാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മിക്കവാറും ഞാൻ ഇതിക്ക് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അനാർക്കലിയുടെ മകൾ തന്നെയാണ് നമ്മുടെ രഞ്ജു. അത് 100% അങ്ങനെ തന്നെയാട്ടോ. അപ്പൊ എന്തായാലും അതൊക്കെ നമ്മുടെ രഞ്ജു ആ സത്യങ്ങളൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പുറത്താണെങ്കിൽ വമ്പൻ ട്വിസ്റ്റ് വേറെ. നമ്മുടെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും, അവർണിക നമ്മുടെ ഈ ഒരു നമ്മുടെ കിഷോറിനെ കൊല്ലാനുണ്ടായ സാഹചര്യവും അതിനുശേഷം അജാസാണ് ബോഡി മറവ് ചെയ്തത് എന്നൊക്കെ നമ്മുടെ ഗോവിന്ദനോടും ഗീതുവിനോടൊക്കെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഗോവിന്ദ് നമ്മുടെ അജാസിനെ വിളിച്ച് വരുത്തുന്നുണ്ടല്ലോ. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അജാസ് പറയുന്നുണ്ട്, നമ്മുടെ ഗോവിന്ദ് അജാസിനോട് ചോദിക്കുന്നുണ്ടോ, നീ എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ ഒരു ഭൂമിയിൽ, ആ ഒരു പുണ്യഭൂമിയിൽ എന്തിനാണ് അവൻ്റെ ബോഡി മറവ് ചെയ്തത്, എന്നെ മനഃപൂർവ്വം ചതിക്കാനാർന്നല്ലേ അജാസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. കാരണം ഇത്രയും നാളും ഗോവിന്ദിന്റെ വലങ്കൈയായിട്ട് നടന്നതാണല്ലോ അജാസ്. അപ്പൊ അജാസ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാനല്ല കിഷോറിന്റെ ബോഡി മറവ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഒറ്റ ഉത്തരം വീണ്ടും അവിടെ ചോദ്യങ്ങൾ ഇതാ ബാക്കിയായി. പിന്നെ ആരാണ് അവിടെ വന്നത്, ആരാണ് ആ സമയം അവർണികയുടെ വീട്ടിൽ വന്നത്, കിഷോറിന്റെ ബോഡി എടുത്തു മാറ്റിയത് ആരാണ്, അവിടെ കൊണ്ടേ കുഴിച്ചിട്ടത്, വീണ്ടും ചോദ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ വന്നു പോകുന്നത്. നമ്മുടെ അനാർക്കലി ആയിരിക്കുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കുമോ? ഭയങ്കര സസ്പെൻസ് ത്രില്ലറായിട്ട് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പകരം നമ്മുടെ ഭദ്രൻ ജീവനോടെ ഇരിപ്പുണ്ടോ, ഭദ്രൻ എവിടെ പോയി, അതും കുറെ ചോദ്യങ്ങളായിട്ട് ഇനി ബാക്കി. അപ്പൊ എന്തായാലും നമ്മൾ മറക്കാതെ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട എപ്പിസോഡുകളായിട്ട് നമ്മുടെ ഗീതാ ഗോവിന്ദത്തിന് ഇനി വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.